മഴയത്ത് വെച്ച് വളർത്തുന്ന അടീനിയം ചെടികളെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. കേരളത്തിൽ മഴക്കാലം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അടീനിയം വളർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കാലയളവാണിത്. ഞങ്ങൾ പറയുന്നത് മഴ നനയുന്നത് നല്ലതാണ്. അടീനിയം ചെടികൾ വലുതും ചെറുതുമായ 5000-ഓളം പ്ലാന്റ്സുകൾ നമ്മൾ മഴയത്ത് വെച്ച് തന്നെയാണ് കിളിപ്പിക്കാറുള്ളത്. അങ്ങനെ മഴയത്ത് വെച്ച് കിളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചെടികൾ നടുന്നിടം മുതൽ തന്നെ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങുകൾ വേണം. അങ്ങനെ കൃത്യമായ മെത്തേഡിൽ ചെയ്യാത്ത ചെടികളൊക്കെ നമ്മൾ റെയിൻ ഷട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഴയത്തിരിക്കുന്ന അടീനിയം ചെടികൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതെല്ലാം ഇപ്പം ഏകദേശം 2-3 മഴ നനഞ്ഞിട്ട് ഇരിക്കുന്നൊരു ടൈമാണ്. ഇതിൻ്റെ ഇലയെല്ലാം നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട്. നമ്മളിതിലൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഫില്ല് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന പോട്ട് മിക്സിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് കാണിച്ചു തരാം. ഇത് വന്നിട്ട് വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് വാമിനെ പറ്റി അറിയാത്തവർക്കായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചരലും നമ്മുടെ സാധാ മണ്ണും ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വേപ്പിൻ പിണ്ണാക്ക് ഒരു 150-200 ഗ്രാമോളം ഉണ്ട്. അതേ സെയിം അളവിലാണ് നമ്മൾ വാമും എടുക്കാറുള്ളത്. കുറച്ച് സാഫും കൂടി മിക്സ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ചട്ടി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിതിനകത്ത് വെള്ളം കെട്ടി നിൽക്കരുത്, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇത് അറാബിക്കൻ തായിസോക്കയാണ്. ഇവരെയൊക്കെ തുടർന്നുള്ള വീഡിയോസിൽ പരിചയപ്പെടുത്താം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളതിനെല്ലാം മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിലാണ്. അതുവരേക്കും ബൈ.